ബൈസൺ വാലി കേന്ദ്രീകരിച്ച ദേശസാൽകൃത ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ATM കൗണ്ടർ സ്ഥാപിക്കുവാൻ നടപടി വേണമെന്ന ആവശ്യം. നിലവിൽ ATM വഴിയുള്ള പണമിടപാടുകൾക്കായി ആളുകൾ സമീപ പ്രദേശങ്ങളെയാണ് ആശ്രയിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രായമായവർക്കുമൊക്കെ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ബൈസൺ വാലി കേന്ദ്രീകരിച്ച ATM കൗണ്ടർ എന്ന ആവശ്യമുയരുന്നത്. കാർഷിക മേഖലയായ ബൈസൺവാലിയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി കുടുംബങ്ങൾ താമസിച്ചു വരുന്നുണ്ട്. തോട്ടം തൊഴിലിനായി എത്തിയിട്ടുള്ള നിരവധി അയൽ സംസ്ഥാന തൊഴിലാളികളും ബൈസൺവാലിയിലുണ്ട്. എന്നാൽ ദേശസാൽകൃത ബാങ്കുകളുടെ ATM കൗണ്ടർ ബൈസൺവാലിയിൽ ഇല്ലാത്തത് പണമിടപാടുകൾക്കായി ATM കൗണ്ടറുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ആളുകളെ വലയ്ക്കുന്നുണ്ട്. രാജാക്കാട്, പൊട്ടൻകാട്, കുഞ്ചിത്തണ്ണി, ആനച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിലവിൽ ദേശസാൽകൃത ബാങ്കുകളുടെ ATM കൗണ്ടറുകൾ ഉള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രായമായവർക്കുമൊക്കെ ഇവിടങ്ങളിൽ എത്തി പണമെടുക്കണമെങ്കിൽ വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്ന സ്ഥിതിയുണ്ട്. നിലവിൽ ഉള്ളതെല്ലാം തകരാറിൽ വരുമ്പോൾ തൊഴിലുറപ്പിന്റെ വേതനങ്ങൾ പോലും പിൻവലിക്കാൻ ചെല്ലുന്ന പ്രായം ചെന്ന മാതാപിതാക്കന്മാർ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഓട്ടോ വിളിച്ചായിരിക്കും ചിലപ്പോൾ ചെല്ലുന്നത്. ATMയിൽ നിന്ന് പൈസ എടുത്തിട്ട് പണം കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ATMയിൽ ഉണ്ടാകുന്ന തകരാർ മൂലം അവർക്ക് അതിൽ നിന്നും പണം പിൻവലിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റു സേവനങ്ങൾ രാജക്കാടും കുഞ്ചിത്തണ്ണിയും എന്ന രീതിയിൽ അവരെ ആശ്രയിക്കേണ്ടി വരും. ബൈസൺവാലിയുടെ സമീപ മേഖലകളിലെ ദേശസാൽകൃത ബാങ്കുകളുടെ ATM കൗണ്ടറുകളിലെത്തി പണമെടുക്കാനുള്ള യാത്രാക്കൂലി സാധാരണക്കാർക്ക് അധിക ഭാരമാണ്. ഇതിനു പുറമെ സമയനഷ്ടവും ബുദ്ധിമുട്ടുയർത്തുന്നു. സ്വകാര്യ ATMകളെ ആശ്രയിച്ചാലും സാധാരണക്കാർക്ക് ചിലവ് അധികമാണ്. വിനോദസഞ്ചാര മേഖലയായി വളർന്നു വരുന്ന പ്രദേശം കൂടിയാണ് ബൈസൺവാലി. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ബൈസൺവാലി കേന്ദ്രീകരിച്ച് ദേശസാൽകൃത ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ATM കൗണ്ടർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.